പുകൾപെറ്റത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന കേരളത്തിലെ ആരോഗ്യമേഖല നേരിടുന്ന തകർച്ച തുറന്നുകാട്ടുന്ന വാർത്തകൾക്കാണ് കുറച്ച് ദിവസങ്ങളായി കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ തുറന്നു പറച്ചിലൂടെയാണ് ആരോഗ്യമേഖലയിലെ സർക്കാർ മേനിപറച്ചിലുകൾ ആദ്യം തുറന്നു കാട്ടപ്പെട്ടത്. അത്യാവശ്യ ഉപകരണങ്ങൾ ഇല്ലാത്തത് കാരണം ശസ്ത്രക്രിയ അടക്കം മുടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളടക്കം പിന്നാലെ കേരളത്തിൽ ചർച്ചയായി. സാധാരണക്കാർ ആശ്രയിക്കുന്ന കേരളത്തിൽ എമ്പാടുമുള്ള സർക്കാർ ആശുപത്രികളെ ദയനീയ സ്ഥിതി തുറന്നുകാട്ടലിന് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ വഴിയൊരുക്കി. മരുന്നുകളും മറ്റു ഉപകരണങ്ങളും എന്തിന് പഞ്ഞുപോലും ഇല്ലാത്ത ദുരവസ്ഥയിലൂടെയാണ് സംസ്ഥാനത്തെ ആശുപത്രികൾ കടന്നുപോകുന്നത് എന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. അപ്പോഴും ആരോഗ്യമന്ത്രി വീണ ജോർജും മറ്റു മന്ത്രിമാരും അതിനെ ന്യായീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണെന്നും അതിന് മാറ്റം വന്നാലേ രക്ഷയുള്ളൂ എന്നാണ് മന്ത്രിയും സമ്മതിക്കുന്നത്. ആ സിസ്റ്റത്തിൻ്റെ തലപ്പത്തുള്ള അതിന് മാറ്റം കൊണ്ടുവരേണ്ട വ്യക്തിയാണ് ഇങ്ങനെ നാണം കെട്ട പ്രസ്താവന നടത്തിയത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നമ്പർ 1 എന്ന് അവകാശപ്പെട്ട ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് നിലവിലെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നത്. ആശുപത്രിയിലെ പഴക്കം ചെന്ന കെട്ടിടം തകർന്നു വീണ് ചികിത്സയിലുള്ള മകൾക്ക് കൂട്ടിരിക്കാനെത്തിയ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചു എന്നതായിരുന്നു ആ ദുഃഖവാർത്ത. ഉടനടി സ്ഥലത്തെത്തിയ ആരോഗ്യമന്ത്രി മറ്റൊരു മന്ത്രിയായ VN വാസവനും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പകരം തങ്ങൾ ഉൾപ്പെട്ട സിസ്റ്റത്തെ ന്യായീകരിക്കുന്നതാണ് കണ്ടത്. തകർന്നത് ആളൊഴിഞ്ഞ കെട്ടിടമാണെന്നും ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും സർക്കാർ മേനിപറച്ചിലിൽ അഭിരമിച്ച മന്ത്രിമാർ 2.5 മണിക്കൂറുകളോളമാണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത്. ഈ സമയം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു മനുഷ്യ ജീവൻ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. മന്ത്രിമാർ ന്യായീകരണം നടത്താതെ തകർന്നു വീണ കെട്ടിടത്തിനടിയിൽ ആരെങ്കിലും കുടുങ്ങിയോ എന്ന് പരിശോധിക്കണമെന്ന ഒറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നതാണ് വസ്തുത. കഴിഞ്ഞ 9 വർഷക്കാലമായി, വിശേഷിച്ച് കോവിഡിന് ശേഷം ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് PR ഏജൻസികളാൽ പടുത്തുയർത്തിയ നുണക്കോട്ടകളാണ് കോട്ടയത്തും ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിലൂടെ തിരുവനന്തപുരത്തും തകർന്നു വീണത്. കേരളമെമ്പാടു നിന്നും സംസ്ഥാനത്തെ ആരോഗ്യരംഗം അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെ സമസ്ത മേഖലകളിലും ബലക്ഷയത്താൽ ആടി ഉലയുകയാണ് എന്നത് തെളിവുകൾ സഹിതം പുറത്തുവന്നു. കോട്ടയം സംഭവത്തിന് ശേഷം കഴിവുകെട്ട ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരത്തിലാണ്. സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധക്കാരും പോലീസുമായി സംഘടന തുടരുകയാണ്. ആരോഗ്യമേഖല നേരിടുന്ന തകർച്ചയും വകുപ്പ് മന്ത്രി അതിദയനീയമായ പരാജയമാണെന്നും ആർക്കും സംശയലേശമന്യേ വെളിപ്പെട്ടിട്ടും മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണപാർട്ടിയായ CPM-ഉം അതിൻ്റെ യുവജന സംഘടനയായ DYFI-യും സ്വീകരിക്കുന്നത്. സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസുകാരെ നേരിടുമെന്നാണ് DYFI കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരുപാട് സമരമുഖങ്ങളിലൂടെ കടന്നുവന്ന് അതിലൂടെ വളർന്ന യുവജന സംഘടനയും പാർട്ടിയുമാണ് ഇങ്ങനെ പറയുന്നത് എന്നതാണ് ശ്രദ്ധേയം. അവരോട് നിങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നിരുന്നെങ്കിലോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയായിരിക്കും നൽകുക എന്നറിയാൻ കൗതുകമുണ്ട്. അക്ഷരാർത്ഥത്തിൽ കേരളം കത്തിച്ചേനെ എന്ന് എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയും എന്ന വസ്തുത അവർ തന്നെ മറന്നുപോകുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കോട്ടയത്ത് ബിന്ദു എന്ന വീട്ടമ്മയെ ഇവിടുത്തെ സിസ്റ്റം കൊന്നതാണ് എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. കേരളത്തിലെ നിരവധി ആശുപത്രി കെട്ടിടങ്ങളുടെയും ബലക്ഷയ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരുടെ മക്കൾ താമസിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലും ഏത് നിമിഷവും തകർന്നു വീഴാൻ പാകത്തിലാണ് നിൽക്കുന്നത്. സാധാരണക്കാരുടെ മക്കൾക്ക് ഇത് മതി എന്നാണോ സർക്കാർ പറയുന്നത് എന്ന് സ്ഥലത്തെത്തിയ പുതുപ്പള്ളി MLA സർക്കാരിനോട് ചോദിച്ചു. വളരെ പ്രസക്തമായതും സർക്കാരിൻ്റെ മനോഭാവം തെളിയിക്കുന്നതുമായ ഒരു ചോദ്യമായി ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകൾ ഇടിഞ്ഞു താഴുകയും തകർന്നു വീഴുന്നതും തുടർക്കഥകളാവുന്നതിനിടയിലാണ് ആരോഗ്യമേഖലയിലെ ദുരവസ്ഥയും പുറത്തു വന്നത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനവും കെടുകാര്യസ്ഥതയും കാരണം രാജ്യത്തെങ്ങും മുൻപ് കേട്ടുകേൾവില്ലാത്ത തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചകൾ പുറം ലോകമറിഞ്ഞത്. വൻ അഴിമതിയും ദേശീയപാത നിർമ്മാണത്തിൽ നടന്നു വന്ന വിമർശനവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പിണറായി വിജയൻ നയിക്കുന്ന ഇടത് സർക്കാരിന്റെ മറ്റൊരു മേനിപറച്ചിലായിരുന്നു ദേശീയപാത വികസനം. PR വർക്കും റീൽസ് വിപ്ലവവുമായി മുഖ്യമന്ത്രിയുടെ ബന്ധു കൂടിയായ പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസാണ് റോഡ് വികസനം ഒരു തിലകക്കുറിയായി കൊണ്ടു നടന്നത്. നൂറുകണക്കിന് ആളുകൾ ഇന്ന് ഭീതിയോടെയാണ് നിർമ്മാണം തുടരുന്ന ദേശീയപാതയ്ക്ക് സമീപം താമസിക്കുന്നത്. പല സ്ഥലങ്ങളിലും ആളുകൾ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് നാടുവിട്ട സ്ഥിതിവിശേഷമുണ്ടായി. ജനങ്ങൾ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിട്ടാണ് പലയിടത്തും കഴിയുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗവും വകുപ്പ് മന്ത്രിയും വിമർശനവും പ്രതിഷേധവും നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്. ഇതിനെതിരെയും വലിയ വിമർശനമാണ് വരുന്നത്. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ആശ്രയമായ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിൽ രോഗികളുടെ ജീവൻ ഉറപ്പു നൽകാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോഴാണ് മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സ തേടിപ്പോയത് എന്നതാണ് പ്രധാന കുറ്റപ്പെടുത്തൽ. പബ്ലിക് ഹെൽത്ത് കെയർ നടപ്പാക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ
പ്രധാന വാഗ്ദാനം. കേരളത്തിലെ ആരോഗ്യരംഗം വേൾഡ് നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തും സ്വകാര്യ ആശുപത്രികളിലുമാണ് ചികിത്സ തേടുന്നത്. മന്ത്രി ആർ ബിന്ദുവും മുൻ മന്ത്രിയും ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രികളിലാണ്. മന്ത്രിമാർക്കും കുടുംബാംഗങ്ങൾക്കും സ്വകാര്യ ആശുപത്രിയിൽ സർക്കാർ ചെലവിൽ ചികിത്സ. സാധാരണക്കാരായ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമില്ലാത്ത, മരുന്നില്ലാത്ത, തകർന്ന നിലംപൊത്താറായ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ. എന്തുകൊണ്ടാണ് വേൾഡ് നമ്പർ 1 ആയ കേരളത്തെ സർക്കാർ ആശുപത്രികളെ മേനി പറയുന്ന ഈ മന്ത്രിമാർ ആശ്രയിക്കാത്തത് എന്ന ചോദ്യവും പ്രസക്തമാണ്. ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരും ദേശീയപാതയുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യവും.